ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ മിസ്റ്റർ എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മറിൽ ഒരു ടർക്കിയിൽ ഒരു 7 days റോഡ് ട്രിപ്പ് അടിച്ചായിരുന്നു. ഫ്രം ബോദ്രൂം, അന്റാലിയ, അലാനിയ, കപ്പഡോഷ്യ, ഇസ്താംബുൾ, തിരിച്ച് ബോദ്രൂം. ഇതൊരു ലോങ് ഒരു റോഡ് ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ റോഡ് ട്രിപ്പിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഞങ്ങൾ എവിടെയൊക്കെ പോയി, അതിനെന്ത് കോസ്റ്റ് വന്നു, ഇത് എന്നുള്ള അതിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയുള്ള ഒരു എൻറ്റയർ റിവ്യൂ വീഡിയോസാണ് ഇടുന്നത്. ആർക്കെങ്കിലും ടർക്കി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നല്ല ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ്. അതിൻ്റെ ടോട്ടൽ റിവ്യൂ ആണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കംപ്ലീറ്റ് റോഡ് ട്രിപ്പ് ആക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നേ കാറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിവിടെ ഹോളിഡേ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡബ്ലിൻ എയർപോർട്ടിൻ്റെ ഒരു സൗകര്യമുണ്ട്. 7 days 60 euros ഉള്ളൂ. നമുക്കവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ തന്നെ ബസ് പ്രൊവൈഡ് ചെയ്യും, ഫ്രീ ആണ്. നമുക്ക് ഡബ്ലിൻ എയർപോർട്ടിലെത്താം. ഈ കാണുന്നതാണ് ഡബ്ലിൻ എയർപോർട്ട്. ഇപ്പം ഡബ്ലിൻ എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കൊച്ചി എയർപോർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 times വലിപ്പമുണ്ട് ഇതിന്. എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ കൊണ്ട് വലിപ്പം ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനൊരു വലിപ്പം അത്രയുണ്ട്. പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചത് റയാൻ എയർ ആണ് ഉപയോഗിച്ചത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിന് പറയുകയാണെങ്കിൽ അത് ബോദ്രൂം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 69 euros ഉള്ളായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ്. അത് പക്ഷേ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും മാത്രമേ റയാൻ എയർ ടു ടർക്കി ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ എമിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഡ്യൂട്ടി ഫ്രീ സെഷനിലോട്ട് എത്തിയിരിക്കുകയാണ് ഡബ്ലിൻ എയർപോർട്ടിൻ്റെ. ഇവിടെ ആണെങ്കിൽ നമുക്ക് അങ്ങ് ഗേറ്റ് എത്തുന്നവരെ കണ്ടിന്യൂസ്ലി ഷോപ്സാണ്. അങ്ങ് അറ്റത്തുള്ള ഗേറ്റ്സ് എത്തുന്നവരെ ഷോപ്സാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഡ്യൂട്ടി ഫ്രീ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ റയനെയറിലാണെങ്കിൽ നമുക്ക് ഭക്ഷണം നമുക്ക് ഫ്ലൈറ്റിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഓൾറെഡി കുറച്ച് സ്നാക്സ് ഡ്യൂട്ടി ഫ്രീ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് എൻട്രി അടിച്ചത്. പിന്നെ ഇതും ഞാനും എൻ്റെ വൈഫ് ഞങ്ങൾ ടർക്കിയിൽ ഒരു റോഡ് ട്രിപ്പ് അടിക്കുന്നൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷമായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഗേറ്റ് മാറ്റി. 201 ആയിരുന്നു, 211 ആക്കി മാറ്റി. പിന്നെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ നടക്കേണ്ടി വന്നു. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ടർക്കിയിലോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലൊരു കൊച്ചിയിറക്കനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട് സീറ്റിലിരിക്കുമായിരുന്നു. ഞങ്ങൾ അവരുടെ അമ്മ വശം കിട്ടി ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമോ. ഭയങ്കര ക്യൂട്ടൻ ചെറുക്കൻ. അവരുടെ അമ്മയപ്പനും യുക്രൈൻകാരായിരുന്നു. അവരും ഹോളിഡേക്ക് പോയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുന്ന ഫ്ലൈറ്റിലും സെയിം സീറ്റിൽ അവനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോദ്രൂം എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ബോദ്രൂം എയർപോർട്ടിൽ കയറി ഞങ്ങൾ പിന്നെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങി. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബുക്ക് ചെയ്ത കാറ് നമുക്ക് എടുക്കണം. അതിന് നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലോട്ട് നടക്കേണ്ടി വന്നു. എനിക്ക് കുറച്ച് ദൂരം ഉള്ളായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി പേപ്പറും സൈനൊക്കെ ചെയ്ത് നമ്മൾ ഈ ഗ്രീൻ മോഷൻ കാർസ് എന്ന് പറഞ്ഞ ഫ്രണ്ടിലെത്തി. അവിടെ ചെന്ന് ഇവർ നമ്മുടെ കാർ റെഡിയാക്കി നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുതരും. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു വോക്സ് വാഗൻ്റെ പോളോ എടുത്ത്, പുതിയ വണ്ടിയാണ് അത് നമുക്ക് തന്നത്, പഴയൊന്നുമല്ല, പുതുപുത്തൻ വണ്ടി. ഞാൻ വിചാരിച്ചു ടർക്കി എന്നൊക്കെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ടർക്കിയല്ലേ, അങ്ങനെ ഒരു മുൻധാരണ നമുക്കുണ്ടായിരിക്കുമല്ലോ. ഞാൻ വെച്ച് പഴയ വണ്ടി വല്ലതും ആയിരിക്കും. പക്ഷേ അല്ല, പുതുപുത്തൻ വണ്ടിയാണ് നമുക്ക് തന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഓട്ടോമാറ്റിക് വണ്ടി, ഫുൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡായിരുന്നു വണ്ടി. നമ്മളെത്തിയപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിൽ പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മളുടെ റൂമിൽ വന്നു, എയർബിഎൻബിയിൽ വന്നു. ഇതായിരുന്നു നമ്മുടെ റൂമിൻ്റെ വെളിയിലുള്ള കാഴ്ച. ഇതാണ് ബോദ്രൂമിൻ്റെ നൈറ്റ് കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. അതിരാവിലെ വന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഇതാണ്. എനിക്ക് തോന്നി ഇവരെല്ലാം ഒരു വെള്ള പെയിൻറ്റിലാണ് ഈ ബോദ്രൂം ടൂറിസ്റ്റുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെ നോക്കിയാലും ബിൽഡിങ്സൊക്കെ മോസ്റ്റ്ലി വൈറ്റാണ് ഈ ബോദ്രൂമിൽ. ഇപ്പം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അന്റാലിയയിൽ ആ കളർ വ്യത്യാസം മനസ്സിലാവും. പക്ഷേ ബോദ്രൂമിൽ മോസ്റ്റ്ലി എല്ലാം വൈറ്റായിരുന്നു. ഇപ്പോൾ ബോദ്രൂമിലേക്കുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളാദ്യം ഞാൻ താമസിച്ച എയർബിഎൻബി ഒന്ന് കാണിക്കാം. ഇതായിരുന്നു നമ്മുടെ എയർബിഎൻബിയുടെ റിസപ്ഷൻ എന്ന് പറയുന്നത്. റിസപ്ഷൻ ഏരിയാസൊക്കെ ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു. ബാക്ക് സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആരും ഉപയോഗിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് ആംബിയൻ പ്ലേസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ടർക്കിഷിൻ്റെ ഒതൻറ്റിക്കായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബോദ്രൂമിൽ നിന്ന് കേട്ടോ. ഞങ്ങൾ മുമ്പോട്ട് പോയ സ്ഥലങ്ങളിൽ ഇത്ര ഒതൻറ്റിക്കായിട്ട് കഴിച്ചിട്ടില്ല. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് അവിടുത്തെ. ഈ കാണുന്ന ബ്രെഡും ഈ പല ടൈപ്പിലുള്ള ചീസുകളൊക്കെ അവർ കഴിക്കുന്നുണ്ട്. അതിൻ്റെ എന്തോ ടേസ്റ്റ് വ്യത്യാസമൊന്നും മനസ്സിലായില്ലെങ്കിലും ഇറ്റ് വാസ് റിയലി അമേസിങ് ഫുഡ്. ആ കാണുന്ന രണ്ട് ഉണ്ട പോലത്തെ കാണുന്ന ഉഴുന്നുവടയല്ല കേട്ടോ, ഇറ്റ്സ് ടൈപ്പ് ഓഫ് ബ്രെഡ് ദേ ആർ സെർവിങ് ഹിയർ. പിന്നെ നമ്മൾ ടർക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു ടർക്കിഷ് ടീ കുടിക്കുക എന്നുള്ളൊരു നിയമമാണല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ടർക്കി വന്നിട്ട് കാര്യമില്ലെന്ന് പറയുന്ന പോലെ നമ്മൾ ആദ്യം തന്നെ ഒരു ടർക്കിഷ് ടീ അടിച്ചിരിക്കുകയാണ്.
നമ്മൾ പിന്നെ ബോധ്റൂമിൻ്റെ മാർക്കറ്റെല്ലാം കറങ്ങി നേരെ അന്റാലിയയിലേക്കുള്ള നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അന്റാലിയയിലോട്ട് പറഞ്ഞാൽ നമുക്കൊരു 6.5 അവർ ഡ്രൈവ് ഉണ്ട്. അതായത് ഒരു 450 കിലോമീറ്റേഴ്സിന് മേലെയുണ്ട്. പക്ഷേ റോഡൊക്കെ അമേസിംഗ് ആണ്. അവിടുത്തെ ഒരു പെട്രോൾ പമ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് തന്നെ പെട്രോൾ അടിച്ചിട്ട് അവിടെ അകത്ത് കയറി പേ ചെയ്താൽ മതി. ഇതൊരു അവിടുത്തെ ചെറിയ പെട്രോൾ പമ്പാണ്. പക്ഷേ നല്ല വലിയ വലിയ പെട്രോൾ പമ്പുകളുണ്ട്. പക്ഷേ എൻ്റെ തീരാറായപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിൽ വന്ന് ഇതായതുകൊണ്ട് ഞാനിവിടെ കയറി അടിച്ചു വന്നേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ 6.5 മണിക്കൂർ ഞങ്ങൾ ഓടിച്ച് തീർക്കാനുള്ള പരിപാടി തുടങ്ങി. റോഡ്സൊക്കെ നല്ല അമേസിങ് റോഡ്സ് ആയിട്ട് പിന്നെ സ്പീഡ് ലിമിറ്റ്സ് ഒരു പ്രശ്നമായിട്ട് എവിടെയും ഞാൻ കണ്ടില്ല. ഞാൻ ഒരു സ്പീഡ് ലിമിറ്റ് നോക്കിയില്ല. ഫുൾ ഹെവി സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് എല്ലായിടത്തും. ഇതാണ് നമുക്ക് അന്റാലിയയിൽ കിട്ടിയ റൂം. ഇതൊക്കെ Airbnb വഴി ബുക്ക് ചെയ്തേക്കുന്ന കേട്ടോ. നമുക്ക് ഹോട്ടൽസിൽ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. Airbnb നമ്മൾ മാക്സിമം ഈ ട്രിപ്പ് ഒരു ബഡ്ജറ്റബിൾ ആക്കാനുള്ള പരിപാടിയാണ്. നമ്മളെല്ലാം Airbnb ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുക. എന്നിട്ടും കണ്ടോ റൂം എന്ത് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് യൂറോ മാറ്റി ലിറയാക്കാമെന്ന് വിചാരിച്ച് വെള്ളോട്ടിറങ്ങിയപ്പോഴാണ് അന്റാലിയയുടെ സ്ട്രീറ്റ്സൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് മനസ്സിലായത്. ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിരുന്നെങ്കിലും പക്ഷേ ഇത്രയും ഒരു ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നൈറ്റ്സ് ഈവനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ഭയങ്കരമായ അടിപൊളിയായി മാറി. നമുക്ക് ഇറ്റ്സ് എ കളർഫുൾ പ്ലേസ്, നോട്ട് ലൈക്ക് ബോധ്റൂം. പിന്നെ നമ്മൾ ടർക്കിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടർക്കി ഐസ്ക്രീം എടുത്ത് ഇങ്ങനെ ഒരു കറക്കി കളിക്കുക എന്നുള്ളതൊരു പ്രോസസ്സ് ആയതുകൊണ്ട് അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ടർക്കിയിൽ വന്നിട്ടില്ല, ടോട്ടലി ടർക്കി വന്നിട്ടില്ലെന്ന് നമുക്കൊരു ഫീലിംഗ് വരുന്നതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ഈ ഒരു ടർക്കിക്കാരുടെ ഒരു മാസ്മരിക കളിപ്പീര് പരിപാടി നമ്മൾ ചെയ്തിരിക്കുകയാണ്. അതിനൊരു 10-30 യൂറോ എങ്ങാണ്ട് പോയി അതിന്. പക്ഷേ പിന്നെ ഞങ്ങൾ ഈ അന്റാലിയയുടെ തെരുവുകൾ കൂടി നടക്കാൻ തുടങ്ങി. നമുക്ക് മനസ്സിലായി വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൂരയാത്രയ്ക്ക് മാത്രം മതി. നമ്മളൊരു സ്ഥലത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ റോഡ് നമ്മൾ നടന്നാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ടർക്കി നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി നമുക്ക്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പക്ഷേ കളിപ്പീരുകാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പേര് വന്നിട്ട് നമ്മളോട് പൈസ ചോദിക്കും. പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു തരാമോ, ഞാൻ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മാനസികമായി തളർത്തിക്കളയും. നമ്മൾ ആ ബുദ്ധിമുട്ട് കൊണ്ട് അയ്യോ പാവം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ആ വാങ്ങിച്ചു കൊടുക്കുന്ന ആ പിച്ചക്കാരനും ആ കടക്കാരനും തമ്മിൽ എന്തോ ടൈപ്പ് ഉണ്ടായിരിക്കും. ഇവർ തമ്മിൽ അവിടെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയ സാധനം ഓർഡർ ചെയ്യും. എന്നിട്ട് നമുക്ക് ആ ഭക്ഷണം കൊടുക്കുന്നതായിട്ടൊന്നും നമ്മളെ കാണിക്കത്തുമില്ല. ഇതൊക്കെ അവരുടെ ഒരു ടൈപ്പാണെന്ന് എനിക്ക് ഫീൽ ആകുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞങ്ങൾ എസ്കേപ്പ് ആകുക. അതുപോലെ തന്നെ ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് അന്റാലിയ. ഐ ടോട്ടലി റെക്കമെൻഡ് അന്റാലിയ. ബിക്കോസ് നിങ്ങൾ ടർക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% അന്റാലിയ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. സോറി, ഞാൻ ആ മാറ്ററിൽ നിന്ന് തെറ്റിപ്പോയടാ. ഇതെവിടുത്തെ ഏതോ രാജാവാണോ ആരാന്നറിയത്തില്ല. എന്തായാലും ഒരു കൊടുംഭീകരൻ്റെ ഫോട്ടോയാണെന്ന് തോന്നുന്നു. പിന്നെ നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ലൈറ്റ്സൊക്കെ തിളങ്ങിക്കഴിഞ്ഞാൽ അന്റാലിയ കാണാനൊരു പ്രത്യേകം ഭംഗിയാണ്. പിന്നെ ഇത് അവിടുത്തെ ഒരു മോസ്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മോസ്കുകളുണ്ടായിരിക്കും ടർക്കിയിൽ. അതും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല കളർഫുള്ളായിട്ട് പണിതേക്കുന്ന മോസ്കായിരിക്കും. ഈ അന്റാലിയയിലും അതുണ്ട്. ഇസ്താംബുളിൽ പിന്നെ അതിൻ്റെ അഭിഷേകമാണ്. കണ്ട് നമ്മൾ എക്സൈറ്റഡ് ആയി പോകുന്ന സംഭവങ്ങളാണ് ഇസ്താംബുളിലുള്ളത്. ഇവിടെ കണ്ടില്ലേ കളർഫുൾ ആകുമ്പോഴത്തേക്ക് ആ കടകളും ആ സ്ഥലങ്ങളും ഒക്കെ മൊത്തം കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾസായി മാറും. പിന്നെ ടർക്കിയുടെ മെയിൻ തിങ് നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വീറ്റ്സാണ്. ടർക്കിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടമെങ്കിലും അവിടുത്തെ സ്വീറ്റ്സ് ട്രൈ ചെയ്യാതെ തിരിച്ച് വരാനേ പാടില്ല. പിന്നെ ഞാനും ആഷ്ലിയസ്റ്റിനും കൂടെ നമ്മൾ അവിടുത്തെ സ്വീറ്റ്സ് കടകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. ഓരോരോ സ്വീറ്റ്സ് ഡിഫറെൻറ്റ് സ്വീറ്റ്സുകൾ ഞങ്ങൾ അവൾ ചൂണ്ടിക്കാണിക്കുന്നു, നമ്മളത് വാങ്ങിക്കുന്നു, കഴിക്കുന്നു. അങ്ങനെ ഇഷ്ടം പോലെ കടകൾ ഡിഫറെൻറ്റ് കടകളിൽ കയറി ഞങ്ങൾ ഓരോരോ ടൈപ്പ് സ്വീറ്റ്സ് കഴിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും തുടങ്ങി. ജസ്റ്റ് 1 പീസ് 2 പീസൊക്കെ വെച്ച് ഞങ്ങൾ വാങ്ങിക്കുന്നുള്ളായിരുന്നു. അല്ലാതെ കെട്ട് കണക്കിനൊന്നും വാങ്ങിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ അന്റാലിയ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഇന്നൊരു സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ അന്റാലിയ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഫുൾ കടലാണെങ്കിൽ നല്ല നീലക്കടൽ, മറ്റേ സൈഡിലാണെങ്കിൽ ഫുൾ മലകളാണ്. ചുറ്റും മലകൾ, വലിയ വലിയ മലകളാണ് ഈ അന്റാലിയയിൽ. അങ്ങനെ നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്റാലിയയുടെ ഒരു കടൽ തീരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മളൊരു യാച്ച് എടുത്തിട്ട് നമ്മൾ കടലിൻ്റെ നടുക്ക് പോയിട്ട് പിന്നെ നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗെറ്റ് മൈ ഗൈഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ കയറി നമുക്ക് പല ആക്ടിവിറ്റീസ് നമുക്ക് ബുക്ക് ചെയ്തിടാം. നമുക്ക് നേരത്തെ ടിക്കറ്റ് നമുക്ക് വരും. അങ്ങനെയാണെങ്കിൽ അവർ വേണം നമ്മളെ പിക്ക് ചെയ്യും. പിന്നെ എനിക്ക് കാർ ഉണ്ടായതുകൊണ്ട് റെൻറ്റിന് എടുത്തുകൊണ്ട് നമ്മൾ സ്വന്തം കാറിൽ തന്നെ പോയി.
ഇവിടെ ആണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് യാച്ചസ് പണിയുന്നതായിട്ട് നമുക്ക് കാണാം ഈ ഏരിയയിൽ. അപ്പോൾ ഈ ഫ്രണ്ടിൽ നടന്ന് പോകുന്നത് ഞങ്ങളുടെ ഞങ്ങൾ സ്കൂബ ഡൈവ് ചെയ്യിക്കാൻ വേണ്ടി പോകുന്ന ഒരാളായിരുന്നു. അയാൾ നമുക്കിങ്ങനെ ഓരോ കാണിച്ചു തന്നു. ചില യാച്ചുകളൊക്കെ ആണെങ്കിൽ മെയിൻ്റെനൻസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്, ചിലതൊക്കെയാണ് പുതുതായിട്ട് പണിയുന്നുണ്ട്. അതൊക്കെയായിരുന്നു ഇവിടെ. നമ്മളീ കാണുന്ന ഈ ഘടന്മാരെന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ സ്കൂബ ഡൈവ് ഇൻസ്ട്രക്ടേഴ്സ്. ഇവരുടെ കൂടാണ് നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി ജമ്പ് ചെയ്യുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പൊളി മനുഷ്യന്മാരായിരുന്നു. ചില്ലെന്ന് പറഞ്ഞാൽ ചില്ല് മനുഷ്യന്മാരായിരുന്നു. ഞാൻ ഇച്ചിരി നേരത്തെ വന്നു പോയായിരുന്നു. നമുക്ക് കൂടുതൽ 10-20 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നവരെ നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം, ബിയർ അടിക്കാം, എന്നാ വെള്ളം ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ യാച്ചിൽ നേരെ നമ്മൾ കടലിൻ്റെ ഒരു ഭാഗത്തോട്ട് പോകുന്നതാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ നമുക്ക് സ്വിമ്മിങ് സൂട്ട്സും നമുക്ക് ചെയ്യേണ്ട സൂട്ട്സൊക്കെ തന്നിട്ട് നമുക്ക് എങ്ങനെ ചാടണം, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് താഴെ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ തമ്പ് കൊണ്ട് കൈ കൊണ്ട് ആക്ഷൻ കാണിക്കണം എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് തരും. ഇത് ഞങ്ങൾ സ്കൂബ ഡൈവ് ചെയ്തതിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. പിന്നെ ഇവരുടെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോൾ ഒരു പരിപാടിയുണ്ട്. നിങ്ങൾക്ക് ഇതൊരു സർട്ടിഫിക്കറ്റ് വരും. പക്ഷേ നിങ്ങൾ ഡാൻസ് കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് എടുത്തുള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ്. ഇത് ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ്. ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ആ യാച്ച് നിർത്തിയിട്ടുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് അന്റാലിയ ഒന്നുകൂടെ ആ സ്ട്രീറ്റ്സിൽ കൂടെ ഒക്കെ നടന്നിട്ട് ഞങ്ങൾ അന്റാലിയോട് പയ്യെ വിട പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ അന്റാലിയ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡേ 3 സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ നേരെ അലാനിയയിലോട്ട് പോവുകയാണ്. അന്റാലിയയിൽ നിന്ന് അലാനിയയിലോട്ട് ഒരു 2 hours ജേർണി ഉണ്ട്. അതായത് ഒരു 133 kilometers ഉണ്ട് നമുക്ക് അലാനിയയിലെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഉള്ള കാര്യം പറയാനുള്ളൂ, അന്റാലിയേക്കാൾ ഒരു ഡബിൾ അടിപൊളിയാണ് അലാനിയ. അതൊരു ടർക്കിയാണെന്നേ പറയത്തില്ല. അത് നമ്മളൊരു ഏതോ ഒരു ഇറ്റലിയിലോ സ്പെയിനിലോ എത്തിയൊരു ഫീലിംഗാണ് നമ്മൾ അലാനിയയിലെത്തിക്കഴിഞ്ഞാൽ. അത്രയ്ക്ക് അടിപൊളിയാണ്, അത്രയ്ക്ക് കളർഫുള്ളാണ്. നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് അലാനിയയിലെത്തുകൊണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടൊരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി. സത്യം പറഞ്ഞാൽ അലാനിയയിൽ ഒരു 2-3 ഡേയ്സിലും ഇടുന്ന അത്രയ്ക്ക് അടിപൊളിയാണ് അലാനിയ. കാണാൻ തന്നെ വിഷ്വലി തന്നെ അലാനിയ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അലാനിയയിലെത്തിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. മോനെ, അലാനിയയുടെ ക്ലിയോപാട്ര ബീച്ചിലോട്ട് ഇവിടുന്ന് വലിയൊരു മലമോളിൽ നിന്ന് കേട്ടോ, നല്ല പൊക്കമുള്ളൊരു മലമോളിൽ നിന്ന് നമ്മളെ പാരാഗ്ലൈഡിങ് ചെയ്യിച്ച് ഇവർ ബീച്ചിൽ കൊണ്ട് ഇറക്കും. ബീച്ചിലോട്ട് എത്തിക്കഴിയുമ്പോൾ അവർ 2 കറക്കം അങ്ങോട്ട് കറക്കും. പൊന്നു മോനെ, ലൈഫ് ടൈം എക്സ്പീരിയൻസ് കേട്ടോ. അലാനിയയിൽ നമ്മൾ അന്റാലിയ ചെയ്ത സ്കൂബ ഡൈവിങ് അലാനിയയിലും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് അലാനിയയിൽ 1 day നമ്മൾ ചെയ്തുള്ളൂ. പക്ഷേ അലാനിയ വാസ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അന്റാലിയ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, അലാനിയ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. 100% ഇവിടെ വരുവാണെങ്കിൽ 2 daysലൊക്കെ നിങ്ങൾ നിൽക്കണം. അത്രയ്ക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് അലാനിയ തരാൻ പോകുന്നത്. അലാനിയയുടെ സ്ട്രീറ്റ്സ്, അലാനിയയുടെ എവറിഥിങ് അടിപൊളിയായിരുന്നു അലാനിയ. അപ്പം നമ്മുടെ അലാനിയയിലുള്ള എൻ്റെ ഡൈവിങ് ഇൻസ്ട്രക്ടറായിരുന്നു പുള്ളി. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗോരമയിലേക്ക് വിടുകയാണ്, കപ്പഡോഷ്യ. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 മണിക്കൂറിന് മേലെ യാത്ര ഉണ്ടായിരുന്നു, 700 kilometers മേലെ. അതൊരു ദുർഘടം പിടിച്ചൊരു യാത്രയായിരുന്നു ഫ്രം അലാനിയ. പക്ഷേ ഞങ്ങൾ ഇസ്താംബുളിൽ നിന്ന് കപ്പഡോഷ്യ വരുവാണെങ്കിൽ അടിപൊളി ബഹുഭീകരമായിട്ടുള്ള റോഡുകളാണ്. പക്ഷേ ഇവിടുന്ന് അലാനിയ എന്നൊക്കെ പറഞ്ഞാൽ മലയും കുന്നുകളും ഒക്കെ കയറി പോലത്തെ വളവുകളും പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോഡുകളായിരുന്നു. പക്ഷേ കപ്പഡോഷ്യ വാസ് ആൻ എക്സ്പീരിയൻസ്, ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ടർക്കിയിൽ വന്നാൽ 100% കപ്പഡോഷ്യ എക്സ്പ്ലോർ ചെയ്യാതെ എങ്ങും പോകാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ അവസാനം കപ്പഡോഷ്യയിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കപ്പഡോഷ്യയിലെ ഗോരമേ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഗോരമയിൽ ഞങ്ങൾ താമസിച്ച Airbnb ആണിത്. ഗ്ലോറിയസ് ഹൗസ് ഗോരമേ എന്നായിരുന്നു എൻ്റെ പേര്. ഞാൻ നല്ലതായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല പൈസ കുറവായിരുന്നു. ഓൺലി ഐ തിങ്ക് ഒരു ഡേക്ക് അങ്ങോട്ട് 25 to 30 euros ഉള്ളായിരുന്നെങ്കിൽ പോലും നല്ല അടിപൊളി ഫെസിലിറ്റീസ് ഉള്ള, നല്ല ഫുഡുകൾ തരുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകളും ഉള്ളൊരു Airbnb ആയിരുന്നിത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്ത്യക്കാരല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചോറ് കഴിക്കാൻ കൊതി വന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി അറ്റ് ലാസ്റ്റ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു മോർണിംഗ്. കപ്പഡോഷ്യയിൽ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ്. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് പിന്നെ കപ്പഡോഷ്യയിലെല്ലാം തീരും. മോർണിംഗിൽ മോനെ കപ്പഡോഷ്യ ഒന്ന് കാണണം. നിങ്ങൾ തന്നെ കാണൂ. നിങ്ങൾ ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വണ്ടർഫുൾ പോസിറ്റീവ് എക്സ്പീരിയൻസ്. ആ സ്ഥലത്ത് വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഭയങ്കരമായ ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. അവിടുന്ന് പോകാനേ തോന്നത്തില്ല. ദൈവമേ, ഒരു നേരം വെളുത്തൊരു 11 മണി ആകല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. ഈ നേരം വെളുത്ത ഈ സമയം ഒരു 5-6 മണിക്കൂറുടെ ഈ സമയമായിട്ട് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു പോകും. അത്രയ്ക്ക് അടിപൊളി ഒരു വ്യൂ ആണ് ആ സമയത്ത്. നമ്മൾ ആ സമയത്ത് ആ പ്രകൃതിയോട് നമ്മൾ അലിഞ്ഞ് ചേർന്ന് പോകും. അത്രയ്ക്ക് അടിപൊളി. എനിക്കിതിനെ വർത്തമാനം കൊണ്ട് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെ.
നമ്മളെല്ലാവരും ഇതിനെ കപ്പഡോഷ്യ എന്ന് പറയുന്നതാണ്. പക്ഷേ ശരിക്കും ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്നാൽ കപ്പഡോക്കിയ എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. പക്ഷേ നമ്മളെല്ലാവരും അങ്ങനെ കപ്പഡോഷ്യ എന്ന് പറയുന്നതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ അവസാനം അവിടുത്തെ കുറച്ച് ലൈറ്റ് ഹൗസുകളൊക്കെ കണ്ട് ഞങ്ങൾ കപ്പഡോഷ്യയോടെ വിട പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസാണ് കപ്പഡോഷ്യയിൽ ഞങ്ങൾ രാവിലെ എടുത്ത കുറച്ച് കപ്പിൾ ഫോട്ടോസാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഗോരമ്മയോട് വിട പറഞ്ഞ് നേരെ ഇസ്താംബുൾ നോക്കി പോവുകയാണ്. ഇസ്താംബുളിലോട്ടൊരു 800 കിലോമീറ്റേഴ്സിനടുത്തുണ്ട്. ഒരു 7.5 മണിക്കൂർ നമുക്ക് വണ്ടി ഓടിക്കാനുണ്ട്. പക്ഷേ നമുക്കതൊരു മടുപ്പുണ്ടാക്കുന്ന ഒരു യാത്രയല്ല. നമുക്കൊരു 5 ലൈൻസ് ഉണ്ട്. 5 ലൈൻസുള്ള വലിയ റോഡുകളാണ് അവിടെ ഉള്ളത്, ഗോരമേ ടു ഇസ്താംബുൾ. അതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള യാത്രയല്ലായിരുന്നു. അടിപൊളിയായിട്ട് കാലം ഇവിടെ വെച്ച് ഒറ്റ വിടിയിൽ വെച്ചാൽ മാത്രം മതിയായിരുന്നു. നിങ്ങൾ ഇതിൽ തന്നെ കണ്ടില്ലേ 160, 166 എന്നൊക്കെ പറഞ്ഞതിന് ഏറ്റവും നോർമലി പോയ സ്പീഡുകളാണ്. ഇപ്പം ഇത് വീഡിയോ എടുക്കണമല്ലോ എന്ന് വെച്ച് ഞാൻ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ചെയ്തുകൊണ്ടാണ് 166 കാണിച്ചത്. ഇല്ലെങ്കിൽ ഒരു 176 ഒക്കെ ഒരു നോർമൽ റേഞ്ചിലാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത്. കാരണം റോഡ് അത്ര അടിപൊളിയായിരുന്നു. നമ്മൾ ആ സ്പീഡിൽ പോകുന്നത് നമ്മൾ അറിയുന്ന പോലും ഇല്ലായിരുന്നു. വണ്ടിയും പുതിയതായതുകൊണ്ട് ഒരൊറ്റ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങ് എത്തുമായിരുന്നു. നമ്മൾ അന്റാലിയത് മനസ്സിലാക്കിയ ഒരു സത്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ടർക്കിയിലാണെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി ഉപയോഗിക്കരുത്, നിങ്ങൾ നടന്ന് വേണം ടർക്കി എക്സ്പ്ലോർ ചെയ്യാൻ എന്നുള്ള ആ ഒരു വേദവാക്യം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ഓട്ടോ പാർക്ക് സ്ഥലമുണ്ട് കേട്ടോ. ഈ ടർക്കിയിലൊന്നും നമുക്ക് വണ്ടി പാർക്കിയുള്ള സ്ഥലം കിട്ടത്തുമില്ല. ഇവിടെ ഓട്ടോ പാർക്ക് എന്ന് പറഞ്ഞ ദിവസമുണ്ട്. ഒരു ദിവസത്തേക്ക് 100 ലിറ, അതായത് 2 യൂറോസ് 3 യൂറോസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് അവർ വണ്ടി പാർക്ക് ചെയ്തുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് നമ്മൾ ഫുൾ ഇസ്താംബുൾ നടന്ന് 2 ദിവസം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ ബസ്സുകളുണ്ടെങ്കിൽ ഈ ബസ്സിൽ കയറാൻ പറ്റത്തില്ല. കാരണം ഈ ബസ്സിൽ കയറണമെങ്കിൽ നമുക്കൊരു കാർഡ് വേണം. ആ കാർഡ് വിൽക്കുന്ന സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ട്, അവിടെ പോയാൽ കാർഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പൈസ വാങ്ങിച്ച് ഇവർ ബസ്സിൽ കയറ്റുമോ ട്രാമിൽ കയറ്റുമോ ഒന്നും ചെയ്യത്തില്ല. ഇത് ഞാൻ മനസ്സിലാക്കാൻ തന്നെ കുറേ നേരം എടുത്തു. കാരണം ഇവർ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് കൺട്രിയാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് ഇംഗ്ലീഷ് വളരെ അജ്ഞാതമാണ്. ഇവർക്ക് ഇംഗ്ലീഷ് അങ്ങനെ വലുതായിട്ട് കേട്ടാൽ പോലും മനസ്സിലാകുന്ന ഒരു വ്യക്തികളല്ല ഇവർ. ഞാൻ മാക്സിമം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചും അല്ലെങ്കിൽ എനിക്കൊരു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 3 സോക്കറ്റ് പിന്നാണെങ്കിൽ പോലും ഞാൻ ഫോട്ടോയൊക്കെ കാണിച്ചാണ് ഇവരുടെ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഇവർക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു രക്ഷയില്ല. ഇവരുടെ അത് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാത്തുമില്ല. 99% ആൾക്ക് അത് മനസ്സിലാകത്തില്ല. ബാക്കി ചിലർക്കൊക്കെ മനസ്സിലായാലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ട് അവസാനം ഞങ്ങളൊരു ലുവ സ്റ്റേഷൻ, ഇവരുടെ ഒരു ട്രാം സ്റ്റേഷനിൽ ഞങ്ങളെത്തി നേരെ ഹഗിയ സോഫിയയിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഹഗിയ സോഫിയ എന്നല്ല പറയുന്നത്, ഇതിന് ഹയാ സോഫിയ എന്നാണ് ഇവിടുത്തെ ആളുകളും എല്ലാം ഇവിടെ ലോകത്തറിയപ്പെടുന്ന പേരതാണ്. പക്ഷേ നമ്മളിങ്ങനെ ഹഗിയ സോഫിയ എന്ന് കേട്ട് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഹഗിയ സോഫിയ എന്ന് തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ ഈ ലോകത്തിലെ വൺ ഓഫ് ദ അത്ഭുതമായ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ ആയിരക്കണക്കിന് മുമ്പ് വർഷങ്ങൾ പണിത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ചരിത്രം മാറി മറിയുന്ന ഹയാ സോഫിയയിൽ, അതായത് ഹഗിയ സോഫിയയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് നിങ്ങൾ ഹഗിയ സോഫിയ എന്ന് പറയുന്ന പള്ളി. നിങ്ങൾ 2 സൈഡിലും കാണുന്ന ഈ ക്യൂ ഉണ്ടോ, ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അകത്ത് കയറാനുള്ള ക്യൂ ആണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ലെറ്റ്സ് ഗെറ്റ് എ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തതുകൊണ്ട് എനിക്ക് ഓൾറെഡി ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. എന്നാലും നിങ്ങൾക്ക് അവിടെ കുറച്ച് നേരം അകത്ത് കയറാനുള്ള ക്യൂവിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ ഫുൾ മെറ്റൽ ഡിറ്റക്ടർ വഴി കയറ്റിവിട്ട് നിങ്ങൾ ഫുൾ ബോഡി ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങളെ അകത്തോട്ട് കയറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾ ഹയാ സോഫിയയുടെ അകത്തോട്ട് കയറുന്നത്. ഈ വഴികളിലൂടെയാണ് നിങ്ങൾക്ക് ഹയാ സോഫിയയുടെ അകത്ത് കയറാൻ പറ്റുന്നത്. ഈ ഒരു പള്ളിക്ക് വേണ്ടിയാണ് പണ്ട് അതിനു മാത്രം യുദ്ധം ഉണ്ടായത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ യുദ്ധമുണ്ടായി. ചില സമയങ്ങളിൽ ഇത് ക്രിസ്ത്യാനി ക്ഷേത്രം പള്ളിയാക്കി മാറ്റി, ചിലപ്പോൾ അത് യുദ്ധം ചെയ്ത് വീണ്ടെടുത്ത് മുസ്ലിം പള്ളിയാക്കി മാറ്റി. ആ ചരിത്രവും ആ ഒരു യുദ്ധവും ഒക്കെ നടന്നത് ഈ ഒരു പള്ളിയുടെ ഉള്ളിലാണ്. ഇത് ഒരു വലിയ പള്ളിയാണ്. നിങ്ങൾക്കിത് കണ്ടു തീരാൻ തന്നെ കുറേ നേരം എടുക്കും. അടിപൊളി ഒരു വ്യൂ ആണ് ഇതിൻ്റെന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്ക് താഴത്തെ ഫ്ലോറിൽ നമ്മളെ കയറ്റി വിട്ടില്ല. കാരണം ഞങ്ങൾ പോയതൊരു ഫ്രൈഡേ ആയിരുന്നത് കൊണ്ട് അന്നത്തെ ദിവസം ഈ ഫ്രൈഡേയിൽ ഈ മുസ്ലിങ്ങളുടെ നിസ്കാരമുള്ളത് കൊണ്ട് നമ്മളെ ആ ഒരു ആഫ്റ്റർനൂൺ സമയത്തേക്ക് നമ്മളെ താഴത്തെ ഇതിലോട്ട് നമ്മളെ കടത്തി വിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മേലത്തെ മേലത്തെ ഫ്ലോറിൽ കൂടെ മാത്രം നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇതിപ്പോൾ ആ യുദ്ധമുണ്ടായിരുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഈ പള്ളി വീണ്ടെടുത്ത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ ആ സമയത്ത് ഒട്ടിച്ചിരുന്ന പടം വലിച്ചു കീറിക്കളഞ്ഞാണ്. ഇത് ആ ഭിത്തിയിൽ കാണുന്ന പടത്തിൻ്റെ ഒരു സ്മോൾ പോർട്രേറ്റാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്.
പിന്നെ എവിടെ പോയാലും ഞങ്ങളുടെ 2 പടം അത് നിർബന്ധ എന്ന് പറയുന്ന പോലെ 2 ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ഈ മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ പഠിക്കുന്ന ഇസ്താംബൂളിലെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ഗേറ്റാണ് ആ കാണുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ കുറച്ച് നേരം ഇരുന്ന് സമാധാനത്തോടെ ചില്ലടിച്ച് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കഴിച്ച് കുറച്ച് കപ്പിൾ ടൈംസൊക്കെ ഇതാക്കി ഈ വഴി കൂടെ പോകുന്നവരെയും വരുന്നവരെയൊക്കെ നോക്കി ഞങ്ങൾ കുറച്ച് നേരം സമയം കളഞ്ഞു. അങ്ങനെ ഇത്രയും ദിവസം വണ്ടി ഓടിച്ചതിൻ്റെ ആ ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇന്നലെ കിടന്ന് ഉറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രാവൽ കാർഡൊക്കെ എടുത്ത് ഞങ്ങൾ ഇസ്താംബൂളൊക്കെ എല്ലാം അറിയാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ യാത്ര തുടർന്നു. സെക്കൻഡ് ഡേയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബോട്ടിൽ ഇസ്താംബൂളിൻ്റെ എല്ലാ ഭാഗത്തോട്ടും അവർ കൊണ്ടുപോകും. നിങ്ങൾ ഇസ്താംബൂൾ ടോട്ടലി അവർ എക്സ്പ്ലോർ ചെയ്യും. ഗൈഡ്സ് ഉണ്ടായിരിക്കും ഞങ്ങളുടെ കൂടെ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഒരു ദിവസം കഴിഞ്ഞ് ഭീകരന്മാരായില്ലേ. ഇതാണ് ഇവിടുത്തെ ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്ന സാധനം. ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സാധനം തന്നെ കേട്ടോ. ഈ ഗ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞാൽ 1455 ഓട്ടോമൻ എംപയേഴ്സ് ഉണ്ടാക്കിയ ഒരു മാർക്കറ്റാണ്. ഇതാണ് വേൾഡിലെ ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നതേ ഇതാണ്. ഷോപ്പിംഗ് മാൾ, ലോകത്തിലെ ഫസ്റ്റ് ഷോപ്പിംഗ് മാൾ എന്നൊക്കെ വേണം വിളിക്കാം നമുക്കിതിനെ. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഫോണും കൊണ്ട് അധികം പോയില്ല. നമുക്ക് കാല് കുത്താൻ സ്ഥലമില്ല. നമ്മുടെ ഫോണ് പൊക്കി പിടിച്ച് നടക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അതിന് മാത്രം ആളാണ്. ഞങ്ങൾ പിന്നെ ജസ്റ്റ് പെർഫ്യൂമും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഗ്രാൻഡ് ബസാറിനോടും വിട പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ടർക്കിഷ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ 22 മിനിറ്റ്സ് അല്ലായിരുന്നു, ഇതൊരു 46 മിനിറ്റ്സിനുള്ള വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ബോർ അടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മാക്സിമം കട്ട് ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് കുറച്ച് 22 ആക്കിയതാണ്. അതുകൊണ്ട് മെയിൻ കുറേ ഭാഗങ്ങളൊക്കെ അതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചില സ്ഥലങ്ങളിലുള്ള വോയിസ് മോഡുലേഷൻ കൂടുതലും ചിലത് കുറവുമാണെന്ന് എനിക്ക്, കാരണം ഞാൻ ഇത് ഓഫീസിലിരുന്നാണ് എൻ്റെ വോയിസ് ഓവർ കൊടുത്തത്. അതുകൊണ്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നോട്. ഓക്കെ. പിന്നെ ഇതൊരു ട്രാവൽ വ്ളോഗ് അല്ലായിരുന്നു. നമ്മളവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് കണ്ടത് അനുഭവിച്ചതെന്നുള്ളൊരു റിവ്യൂ വീഡിയോ ആയിരുന്നു ഇത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ മിസ്റ്റർ എ സൈനിങ് ഓഫ്. ബൈ.